ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ലൊരു കടലക്കറി തയ്യാറാക്കുന്ന വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തേത്. അധികം മസാലകളൊന്നും തന്നെ ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അധികം പാചക രീതികളൊന്നും തന്നെ ഇല്ലാത്ത കടലക്കറി വീഡിയോ ആണ് നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ തന്നെ ഉപകാരപ്രദമായിരിക്കും. ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഏതൊരു പലഹാരത്തിന്റെ ഒപ്പം വിളമ്പാനും സൂപ്പർ കറിയാണ്. ഞാനിന്ന് ഈ കടലക്കറിയെ കുക്കറിൽ വെച്ചിട്ടാണ് പാചകം ചെയ്തെടുക്കുന്നത്. കടലയെ ഒന്ന് വേവിച്ചെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ നമുക്കിന്ന് ഈ ഒരു രുചികരമായ കറിയെ തയ്യാറാക്കിയെടുക്കാനായിട്ടും. ഇപ്പോൾ പാചകമൊക്കെ പഠിച്ചു തുടങ്ങിയ നമ്മുടെ കുട്ടികൾക്കും ഈ ഒരു വീഡിയോ വളരെ തന്നെ ഉപകാരപ്രദമായിരിക്കും. വീഡിയോ കാണുമ്പോൾ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കല്ലേ കൂട്ടുകാരെ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവിനെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് നല്ലൊരു കടലക്കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. കടലക്കറി തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം അളവിൽ കടല നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഈ കടലയെ നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്കൊന്ന് മാറ്റണം. കടലയെ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടെ ചേർക്കേണ്ടതാണ്. ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 വലിയ വെളുത്തുള്ളി കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 പച്ചമുളക് കട്ട് ചെയ്തത് കൂടി ചേർക്കുവാണ്. ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് കൂടി ചേർക്കണം. ഞാനിവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെന്ത് വരാൻ ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളവും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. കൂടെ തന്നെ 1 സ്പൂൺ അളവില് മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി വേണ്ടത് 1/2 സ്പൂൺ അളവില് ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ 1 സ്പൂൺ അളവില് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. നല്ലവണ്ണം തന്നെ ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ കുക്കറിനെ മൂടിയതിനു ശേഷം അടുപ്പിലേക്കൊന്ന് മാറ്റാം. കടലയെ വേവിച്ചെടുക്കാനും വേണ്ടിയിട്ട് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു 5 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 5 വിസിലിന് ശേഷം കുക്കറിൻ്റെ എയറെല്ലാം പോയി വന്നപ്പോൾ ഞാനൊന്ന് മൂടി തുറന്ന് നോക്കുവാണ്. നമ്മുടെ കടല നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നല്ല വെള്ളത്തിൽ തന്നെയാണ് കടല വേവിച്ചെടുത്തിട്ടുള്ളതും. ഇത്രയും സമയം മതി നമുക്ക് നല്ലൊരു കടലക്കറി തയ്യാറാക്കാനും വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുറച്ച് കടലയെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഉടച്ചുകൂടെ കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഈ കടലയെ ഒരു മൺചട്ടിയിലേക്ക് കൂടെ മാറ്റി കൊടുക്കാം. കടലയെ മൺചട്ടിയിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചെയ്തെടുക്കണം. താളിപ്പ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് ഒരു താളിപ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലതുപോലെ ചൂടായി വന്നപ്പോൾ ഞാനിതിലേക്ക് ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 സ്പൂൺ അളവിൽ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നാൽ നമുക്കിതിലേക്ക് കൊച്ചുള്ളിയും കറിവേപ്പിലയും വറ്റൽ മുളക് കൂടെ ചേർക്കണം. കടുകിപ്പോൾ നല്ലതുപോലെ തന്നെ പൊട്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കൊച്ചുള്ളിയാണ് ആദ്യം ചേർക്കേണ്ടത്. കൊച്ചുള്ളിയെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പിലയും വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കണം. കറിവേപ്പിലയും വറ്റൽ മുളകും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മുരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡിയാണ്. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന കടലക്കറിയിലേക്ക് കൂടെ താളിപ്പിനെ ചേർത്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കടലക്കറി ഇവിടെ റെഡിയാണ്. ഈ ഒരു വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ ജോലിക്കൊക്കെ പോകുന്ന അമ്മമാർക്ക് ഈ ഒരു കറിയെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജോലിഭാരം വളരെ തന്നെ കുറയ്ക്കാൻ സാധിക്കും. അധികം മസാലകളൊന്നും തന്നെ ചേർക്കാതെ, മല്ലിപ്പൊടി ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ഒരു നാടൻ കറിയാണ്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ലൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ചാനൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നതാണ്. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയാൻ മറക്കല്ലേ. നിങ്ങൾ തരുന്ന ഓരോ വാക്കുകളുമാണ് നമ്മുടെ വീഡിയോ മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തപ്പെടുന്നതും. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.